ഈശോയിൽ പ്രേമുള്ളവരെ, കൗൺസിലിങ്ങിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇതിന് ഫീസ് ഒന്നും ഈടാക്കുന്നില്ല. ഞാൻ ഇത് ഒരു ഉൾപ്രേരണയാൽ ചെയ്യുന്നതാണ്. അതും ഓൺലൈനാണ്. പക്ഷേ അതേസമയം ഹാൻഡ് ഓഫ് മേഴ്സി എന്ന ഈ ഒരു മിഷനെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കൗൺസിലിംഗ് സെഷന് ശേഷം നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിനാൻഷ്യലി ഒരു സപ്പോർട്ടിന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അതല്ലാതെ ഇതിന് ഫീസൊന്നും ഈടാക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഒരു മാസത്തോളം ഇനിയും സമയമുണ്ട്. മെയ് മാസത്തിലാണ് നമ്മളിത് കൗൺസിലിംഗ് സെക്ഷനൊക്കെ ചെയ്യുന്നത്. ആ ഒരു മാസം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കൗൺസിലിങ്ങിന് ആരാണ് വരുന്നതെങ്കിൽ അതുമാത്രമല്ല, നിങ്ങളുടെ ജനറേഷനുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. അതുപോലെ പറ്റുമെങ്കിൽ മാതാവിൻ്റെ മാധ്യസ്ഥം വഹിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. സോ നമുക്ക് ആത്മാവ് ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയത്താണ്. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ഒരു വ്യക്തിയിലൂടെ സംസാരിക്കണമെങ്കിലും നിങ്ങൾ ആദ്യം ഒരു തുറവയുണ്ടായിരിക്കണം. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അത് തന്നെയാണ്. പാപബോധം ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് പാപിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കൗൺസിലിംഗ് ആയിട്ട് എങ്ങനെ ബന്ധമെന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മാവിൽ ഒരുക്കമില്ല എങ്കിൽ ഓക്കെ, ഞാനിത് കേൾക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം എന്താണ്, അങ്ങനെ ഒരു തുറവി നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവിനും സാധിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യേശുക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും മുമ്പ് യേശുക്രിസ്തു ആരോടാണോ അത്ഭുതം ചെയ്യുന്നത് അവരോട് ചോദിച്ചിട്ടുണ്ട്, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറയും, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിനക്ക് സൗഖ്യം വേണോ? എനിക്ക് സൗഖ്യം വേണം. അതായത് ആ വ്യക്തിയുടെ യെസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ യെസ് നാവ് കൊണ്ട് പറയുന്നതല്ല. നാവ് കൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ്, ഞാൻ ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നില്ലേ? അപ്പം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ അല്ലേ, നമുക്ക് കേൾക്കാം. പറയുന്നതൊന്നും ശരിയൊന്നും ആയിരിക്കില്ല. അങ്ങനെ ഉള്ള് അടച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കേൾക്കാം. അത് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഹൃദയം അടച്ച് കളയാം. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും, വാതിലിൽ ഇങ്ങനെ മുട്ടുന്നത്. ആ വാതിലിൻ്റെ പുറത്ത് പിടിയില്ല, അങ്ങനെയാണ് ആ ഫോട്ടോ വരച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ തള്ളി തുറക്കാനായിട്ട് സാധിക്കില്ല. അപ്പുറത്തുനിന്ന് ഒരാൾ തുറന്നാൽ മാത്രമേ ഈശോയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അതാണ് സ്പിരിച്വാലിറ്റി. ഒരു വലിയ നന്മയാണ് അത് ഒന്നോർത്താൽ, അതേസമയം ചാലഞ്ചിങ്ങുമാണ്. അതായത് എൻ്റെ മനസ്സിൽ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എൻ്റെ ദൈവത്തിന് പോലും എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു അവകാശമാണ്, ഒരു അധികാരമാണ്. അതായത് നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതം ദൈവം തന്നു. ആ ജീവിതത്തിൽ ദൈവം കയറി എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ദൈവം സർവശക്തനാണെങ്കിൽ തന്നെയും നമ്മൾ ആഗ്രഹിക്കണം, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഈ മേഖലയിൽ നീ ഇടപെടണേ, ഈ രീതിയിൽ നീ എന്നോട് സംസാരിക്കണം, ഞാൻ ഇനി എന്താ ചെയ്യേണ്ട കർത്താവ്, എന്നോട് സംസാരിക്കണം. അങ്ങനെ നമ്മൾ സമ്മതിച്ചാൽ മാത്രമേ സർവശക്തനായ ദൈവത്തിന് പോലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പം പിശാച് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പാപബോധമില്ലാത്ത അവസ്ഥ. നമ്മളൊരു തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത്. പലരും പല കോണുകളിൽ നിന്ന് നമ്മളോട് പറയുന്നുണ്ട്, ശരിയല്ലാട്ടാ ചെയ്യുന്നത്, ശരിയല്ല, പ്രശ്നത്തിലേക്കാ. ചിലപ്പോൾ ഈ ദൈവത്തോട് ആലോചന ചോദിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം, ഞാൻ ചില കാര്യങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ ചിലരോട് പറയും ചെയ്യരുത്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഞാൻ മനസ്സുകൊണ്ട് വളരെ എളിമപ്പെട്ട് എൻ്റെ സർവശക്തനായ ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ട് എനിക്കൊരു എസ് കിട്ടിയ കാര്യമാണെങ്കിൽ ഞാൻ പിന്നെ മനുഷ്യർ പറയുന്നത് നോക്കാറില്ല. അതേസമയം ചില സമയങ്ങളിൽ ഇപ്പം എനിക്ക് ദൈവസ്വരം കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില വ്യക്തികളിലൂടെ ആയിരിക്കും ദൈവം സംസാരിക്കുക. ഇപ്പം എനിക്ക് എൻ്റെ സ്കൂളിൽ എൻ്റെ ജോലിയിൽ എന്നെ മെൻറ്റർ ചെയ്യുന്ന 1-2 പേരുണ്ട്. അവരെന്ത് പറഞ്ഞാലും കേൾക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു തോട്ട്. കാരണം അവർക്ക് എന്നേക്കാളും ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ എൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. അതായത് എൻ്റെ തിന്മ ആഗ്രഹിക്കുന്നവർ എന്നെ നശിപ്പിക്കുന്നവരല്ല, മറിച്ച് എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു 10 പേര് എനിക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ ഞാൻ കേൾക്കണം. അപ്പം ഞാൻ അഹങ്കാരിയായിട്ടില്ല, ഞാൻ കേൾക്കില്ല, എൻ്റെ മനസ്സിൽ തോന്നുന്നത് കേൾക്കുള്ളൂ എന്ന് പറയരുത്. അപ്പം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കി കളയുകയാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. നമ്മളത് ഒന്നും നമുക്ക് എഫക്റ്റഡ് ആവാത്തൊരു സിറ്റുവേഷൻ നമ്മൾ സെൻസിറ്റീവേ ആയിരിക്കില്ല, നമുക്ക് വൾണറബിൾ ആവാൻ സാധിക്കത്തില്ല. നമ്മൾ കഠിന ഹൃദയം, ഞാൻ പറഞ്ഞതാണ് ശരി, എൻ്റെ ചിന്തയാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്നില്ലേ, ഇത് 1-ാം പ്രമാണ ലംഘനവുമാണ്. ഇത് ഹൃദയം കഠിനമാകുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ എത്തിയ ഒരാളെ രക്ഷിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ധ്യാനത്തിന് നിങ്ങൾ പോയാലും, നിങ്ങൾ എത്ര ധ്യാനം കൂടിയാലും, നിങ്ങൾ സ്റ്റബോൺ എന്നാണ് എന്നെ പറയാം, നിങ്ങൾ ഇങ്ങനെ ഒരു പിടിവാശിയായിട്ടാണ് പോകുന്നത്. അതായത് ഭാര്യയും ഭർത്താവും കൂടെ ധ്യാനത്തിന് പോവാണ്, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ട്. പക്ഷെ ഭർത്താവ് ഉള്ളിനുള്ളിൽ വിചാരിക്കുന്ന ഞാനാണ് ശരി, ഉൾക്ക് മനസ്സിലായിരുന്നു, ഞാൻ വളരെ കംപ്ലീറ്റ് ആയിട്ട് ശരിയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അങ്ങനെ മനസ്സിൽ അവനവൻ ഓക്കെ ആണെന്ന് വിചാരിച്ചു പോകുന്ന ഒരാളെ നമുക്ക് ശരിയാക്കാനേ പറ്റില്ല. അയാളെ ഉള്ളിൽ ദൈവത്തിന് മുട്ടിയാലും അയാളെ തുറന്നിട്ടില്ല, അയാൾ അടച്ചിട്ടിരിക്കുകയാണ്, അയാളെ നമുക്ക്
ശരി പറ്റില്ല. അയാളുടെ മനസ്സിനെ തൊടാൻ പറ്റില്ല, അയാളുടെ ആത്മാവിനെ തൊടാൻ പറ്റില്ല. അപ്പൊ ഇനി മനഃശാസ്ത്രം എന്താ പറയുന്നത്? മനഃശാസ്ത്രം ഇത് തന്നെയാ പറയുന്നത്. അതായത് മനസ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് മനസ്സിന്റെ. ഞാൻ തിരിച്ചറിവില്ല, എനിക്ക് മാനസികമായ എന്തോ എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നെ കുറിച്ച് അറിയണം, എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇതുണ്ടെന്ന് എനിക്കൊരു തിരിച്ചറിവില്ലാതെ, എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ, എത്ര PhD എടുത്ത സൈക്കോളജിസ്റ്റ് എൻ്റെ മുമ്പിൽ വന്നിരുന്നാലും ഞാൻ അനുവദിക്കുന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ സൗഖ്യപ്പെടുത്താനോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അയാൾക്ക് സാധിക്കില്ല. അത്രയ്ക്ക് പവറുള്ള ഒരു സംഗതിയാണ് നമ്മുടെ മൈൻഡ്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും സമാധാനമുള്ള കാര്യം എന്താന്ന് പറയാം. അതായത് ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി എന്ന് വിചാരിക്കും. പിന്നെ നാവിനെ നിയന്ത്രിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു നാവിനെ നിയന്ത്രിക്കുന്ന എൻ്റെ ലൈഫിലുണ്ട്. ആ സമയത്ത് എനിക്ക് നാവിന് നിയന്ത്രിക്കാനേ പറ്റാതെ ഞാൻ എന്തൊക്കെയോ പറയുമായിരുന്നു. കാരണം അത്രയേറെ ടെംപ്റ്റേഷൻസ് ആണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഉള്ളിനുള്ളിൽ ഞാൻ അത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, എനിക്ക് അറിയുന്നില്ല എന്താ പറയുന്നതെന്ന്. എന്തോ ഒരു ടെംപ്റ്റേഷനിൽ അങ്ങനെ അങ്ങ് പോകുന്ന പോലെ തോന്നി. പിന്നെ ഞാൻ പശ്ചാത്താപിക്കും, പിന്നെ ഞാൻ തിരിച്ചു വരും. പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ ആരെയും വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കേട്ട ആളുകൾക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയായില്ല. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവം നോക്കുന്നത് എൻ്റെ ഉള്ളിലേക്കാണ്. ഞാൻ എന്ത് ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത്. ഇതെന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ദൈവം എപ്പോഴും നമ്മൾ നോക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആക്ഷനുകളിൽ പോരായ്മ ഉണ്ടായിട്ട് മറ്റുള്ളവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും, ചിലപ്പോൾ പെട്ടെന്നൊരു ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു പോയതായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എന്താ ചിന്തിക്കുന്നതെന്നാ. ഇതിന് 2 സൈഡുണ്ട് കേട്ടോ. ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചു. ചുങ്കക്കാരൻ ഞാൻ പാപിയാണേ എന്ന് കരുതി പ്രാർത്ഥിച്ചു. എണ്ണി പറക്കാനോ വിളിച്ചു പറയാനോ ഹല്ലേലൂയ പറയാനോ സ്തുതിക്കാനോ ഒന്നും പോയില്ല. പക്ഷെ ഫരിസേയൻ എല്ലാ സ്തുതിപ്പും അവിടെ നടത്തുന്നുണ്ട്. വളരെ മാന്യമായിട്ട് എല്ലാ നിയമവും പാലിക്കുന്ന വലിയൊരു നല്ലവനായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അവനവനെ തന്നെ വിചാരിക്കുന്നത്. പക്ഷെ കർത്താവ് നോക്കിയത് അവന്റെ ഹൃദയത്തിലേക്കാണ്. ഇനി ആബേലും കായേലും തമ്മിൽ അവര് ദൈവത്തിന് സമർപ്പിച്ചു. കർത്താവ് നോക്കിയത് അവരുടെ സമർപ്പണത്തെയല്ല, സമർപ്പിച്ച വസ്തുവിനെയല്ല, അത് എങ്ങനെ സമർപ്പിക്കാനുള്ള അവരുടെ മൈൻഡ് സെറ്റിനെയാണ്. മനസ്സിൽ അവരെന്താണ് അവർ സന്നദ്ധരായിരുന്നു എന്നുള്ളതാണ്. ഇനി പരിശുദ്ധ അമ്മയാണെങ്കിലും ആദ്യം എന്തിനാണ് ഒരു ദൈവദൂതൻ ഒരു സ്ത്രീയോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം? സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. എങ്കിലും അമ്മ യെസ് പറഞ്ഞതുകൊണ്ടാണ് രക്ഷാകര പ്രവൃത്തി ഉണ്ടായത്. അമ്മ യെസ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ദൈവത്തിന്റെ ഒരു നിയമം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം ഒരാളെ വിളിക്കുന്നത് ഒരുപാട് ജനിക്കുന്നതിന് മുമ്പേ തിരഞ്ഞെടുക്കുന്നതാണ്. ആ വ്യക്തി യെസ് പറയണം, അതാണ് അതിന്റെ ശരി. അഥവാ ആ വ്യക്തി യെസ് പറഞ്ഞില്ല എങ്കിൽ ദൈവത്തിന് ഇരട്ടി പണി ചെയ്ത് അത് അത് വലിയൊരു തടസ്സമായി മാറും. പക്ഷെ വേറൊരാളിലേക്ക് അത് പോകാം, വേറൊരാളെ ദൈവം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. പക്ഷെ അതിന് പിന്നെയും കാലതാമസം വരും. പിന്നെ ആ വ്യക്തിയെ പരിശീലിപ്പിക്കണം, ആ വ്യക്തി അതനുസരിച്ച് ഒരുക്കണം. അതായത് ദൈവം ഒരു യുണീക്ക് പ്ലാൻ ആണ് ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ സുവിശേഷ വേല ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കണം ഞാനാണ്. ദൈവം എൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രചോദിപ്പിച്ചു. ഞാൻ പക്ഷെ പറഞ്ഞു, കർത്താവ് ഞാൻ യോഗ്യല്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ ഞാൻ ഞാൻ സന്നദ്ധയാണ് മനസ്സിൽ. പക്ഷെ എന്നെ കൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് എനിക്കൊരു തോന്നൽ, എനിക്ക് യോഗ്യതയില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ. മോശയ്ക്ക് ഇത് തന്നെയല്ല സംഭവിച്ചത്. ആ സന്നദ്ധനാണ്, പക്ഷെ ഒരു അപര്യാപ്തരാണോ എന്നുള്ളൊരു തോന്നല്. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർ ക്വാളിഫൈഡ് ആണെന്ന് കരുതുന്നവരെ അല്ല ദൈവം വിളിക്കുന്നത്, മനസ്സിലെ അവന്റെ അവസ്ഥകളാണ് ദൈവം വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ വളരെ കംപ്ലീറ്റ് ഹെൽപ്ലെസ് ആണ് ഉള്ളിന്റെ ഉള്ളിൽ പല കാര്യത്തിലും. ഇപ്പൊ എനിക്കിപ്പോൾ നെക്സ്റ്റ് എനിക്കൊരു പുതിയൊരു വീട് റെന്റിന് എടുത്താൽ കൊള്ളുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ എൻ്റെതായ ബുദ്ധിയെ ആശ്രയിച്ച് ഞാനൊരു ഡിസിഷൻ എടുക്കുമല്ല. ദൈവം എവിടെയെങ്കിലും ഒരു വീടുണ്ടോ നീ എനിക്ക് വേണ്ടി ഇതിനാണ് ദാരിദ്ര്യം, ആത്മാവിലെ ദാരിദ്ര്യം. നമുക്ക് നമ്മളിൽ തന്നെ ആശ്രയിക്കാൻ പറ്റാതെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന. എനിക്ക് ദൈവം വീട് തിരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ വിഷനിലൂടെയും സ്വപ്നത്തിലൂടെയും ഒക്കെ ദൈവം ഈ വീട്ടിലേക്ക് പോയി, ദൈവം ഞാൻ റെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദൈവം നമ്മളെ നയിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആത്മാവിൽ ദാരിദ്ര്യം വേണം. നമ്മൾ ഇൻസൈഡിൽ ഇങ്ങനെ ഞാൻ എന്തോ ആണെന്ന് അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ, ഇത് സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ ചില കാര്യങ്ങളിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവചിന്ത, ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കും ഉപരിയായിട്ടൊരു ദൈവം ഉണ്ടെന്നുള്ളൊരു ചിന്ത. ഞാൻ അങ്ങനെ തോന്നിയ പോലെ ചെയ്താൽ പറ്റില്ല, എനിക്ക് മുകളിൽ ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ രാജാവ്, അങ്ങനെയല്ല. എൻ്റെ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ജീവിതമാണ്, ഇനി ഞാൻ മാത്രമാണ് ശരി, ചുറ്റുമുള്ള എല്ലാവരും തെറ്റാണ്, അങ്ങനെയല്ല. നമുക്ക് എപ്പോഴും ഒരു ഉൾചിന്ത, ഒരു വിചിന്തനം നടത്താനുള്ള ഒരു എളിമ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇതാണ് സംഭവിക്കുക. അഹങ്കാരത്തിൻ്റെ അവസാനം പറയാൻ എനിക്ക് വിഷമമുണ്ടെന്നാലും മരണമാണ്. അത്
ആന്തരികമായ മരണമായിരിക്കാം, ആത്മായ മരണമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു 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 ശൂന്യതയിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുന്നതായിരിക്കാം. ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി, എനിക്കറിയാവുന്ന ഒരു വ്യക്തി ആത്മഹത്യ, ഞാൻ ഒരുപാട് ആലോചിച്ചു അയാൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന്. ഒരു കാലത്ത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ജീവിച്ച ഒരാളാണ്. പിന്നെ എന്തോ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയുണ്ടായി, അദ്ദേഹം കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ചു പോയി. പിന്നീട് ഒരുപാട് ഇടപെടലുകൾ നടത്തിയ ആളുകൾ ഒരുപാട് തിരിച്ചു വരാൻ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം വന്നേയില്ല. അദ്ദേഹം ഹെൽപ്ലെസ് ആയി. പിന്നെ തിരിച്ചു വരാൻ അയാൾക്ക് ഈഗോ ആയിരിക്കാം, തിരിച്ചു വന്നാലേ ആ ഒരു മടിയായിരിക്കാം. കാരണം നമ്മൾ വാശി പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പറ്റൂലല്ലോ. പിന്നെ അത് അവസാനം ഒരു മോശം എൻഡിങ്ങിലേക്ക് ലൈഫ് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാകാതെ നോക്കണം. അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളും അതുപോലെ കഠിന ഹൃദയരാകരുത്. ഇപ്പം എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്, എന്നോട് ഒരാൾ ഒരു കരുണയില്ലാതെ പെരുമാറുകയാണ്. എൻ്റെ ഒരു തെറ്റും ക്ഷമിക്കത്തുമില്ല, എൻ്റെ ഒരു മിസ്റ്റേക്കുകളും എല്ലാ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എടുത്ത് പറയുവാണ്, എന്നെ അങ്ങ് ടോർച്ചർ ചെയ്യുവാണ്. ആ സമയത്ത് ഇയാൾ എന്നോട് കരുണയില്ലാതെ പെരുമാറുന്നു, ശരി ഞാനും ഇനി ആളുകളോട് കരുണയില്ലാതെ പെരുമാറാം. അങ്ങനെ ഒരു പൈശാചിക ചിന്ത വരും. അത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കരുത്. അതായത് നിങ്ങളോട് ആളുകൾ മോശമായിട്ട്, ഇപ്പോൾ എൻ്റെ അമ്മായിയമ്മ എന്നോട് മോശമായി പെരുമാറി, നാളെ എനിക്കൊരു മരുമകൾ വരുമ്പോൾ ഞാൻ അവളോട് മോശമായി പെരുമാറും. കാരണം എനിക്ക് ഇതാണ് കിട്ടിയത്, ഞാൻ അതാണ് കൊടുക്കുന്നത്. ശരിക്കും മനുഷ്യന് അങ്ങനെ പറ്റുള്ളൂ. നമുക്ക് കിട്ടിയത് കൊടുക്കാനുള്ള ടെൻഡൻസിയാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പം നമുക്ക് കിട്ടിയതല്ല നമ്മൾ കൊടുക്കണ്ടേ. അയാൾ എന്നോട് ചെയ്തത് അൺഫെയർ ആണ്, ഞാനത് എൻ്റെ ഉള്ളിൽ മുറിവായി ദേഷ്യം വെറുപ്പും കയറി ഞാനും അൺഫെയർ ആയിട്ട് മറ്റാളോട് പ്രവർത്തിക്കാനായിട്ട് പാടില്ല. അത് കാരണം അതിനിടയിലൊക്കെ ഒരു ദൈവം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ദൈവം എന്ന് പറഞ്ഞ ഒരു ചിന്തയുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അയാൾ എന്നോട് ദ്രോഹിച്ചു, ഓക്കെ, അത് ദൈവത്തിന് മുമ്പിലുള്ള വിഷയമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ അത് എൻ്റെ കടമായി മാറും, എൻ്റെ പാപമായിട്ട് മാറും. ഞാൻ അതുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം നിങ്ങളുടെ ഹൃദയം കഠിനമാകാതെ സൂക്ഷിക്കണം. അഹങ്കാരം എന്നത് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിന്നാണ്, ഒരു വലിയ സർപ്പമാണ്. അഹങ്കാരം പിടിപെട്ടാൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. എനിക്ക് ചിലപ്പോൾ തോന്നും മാരക രോഗങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും പ്രശ്നമാണ് ഈ അഹങ്കാരം. അപ്പം ഈ അഹങ്കാരം വരാൻ പാടില്ല. ദൈവം എന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഇച്ചിരി ഒന്ന് അഹങ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കൊട്ടി തരും. അപ്പം ഞാൻ താഴെ വീഴും. ഞാൻ അയ്യോ, അപ്പം ഞാൻ പഴയ കാര്യമൊക്കെ ഓർത്തു, അയ്യോ കർത്താവേ എന്നെ കൊണ്ടൊന്നും കഴിയൂലേ, മൺപാത്രത്തിലാണ് നീ നിധി വെച്ചിരിക്കുന്നത്, എന്നോട് കരുണ തോന്നണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ 51-ാം സങ്കീർത്തനം, ഞാൻ പാപിയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ ഞാൻ പാപിയാണേ, എന്നോട് കരുണ തോന്നണേ എന്നുള്ള ആ നിലവിളികൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഠിന ഹൃദയം മാറിപ്പോകും. എന്നിട്ട് നമ്മൾ പാപിയാണെന്ന് സമ്മതിച്ചോ, അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ ഒരു കുറവല്ല. എല്ലാ മനുഷ്യരിലും പാപമുണ്ട്. അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു നേട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ ഒരാളെ ശരിയാക്കാൻ ശ്രമിക്കാന്ന് വിചാരിക്കുക, അയാൾ മദ്യപിക്കുന്ന ഒരാൾ വിചാരിക്കുന്ന ഞാൻ ചെയ്യുന്നത് വലിയൊരു പ്രവൃത്തിയാണെന്ന് വിചാരിക്കുന്നത്. അയാൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അയാൾ ശരിക്കും പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത. അല്ലാതെ അയാൾ വലിയ ശരിയാണ് ചെയ്യുന്നതെന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ അയാൾ ശരിക്കും ഒരു ഇരുട്ടിലാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മുടെ പാപാവസ്ഥകളെ, നമ്മുടെ പോരായ്മകളൊക്കെ അങ്ങ് അംഗീകരിച്ചോ, അത് കുഴപ്പമില്ല. മനുഷ്യരിൽ അതൊക്കെ ഉണ്ടാകും. ദൈവം നമ്മൾ അതുകൊണ്ട് ഉപേക്ഷിച്ചൊന്നും കളയില്ല. പലരും എന്നെ ദൈവം ഉപേക്ഷിച്ചോ, ദൈവം എന്നെ ഉപേക്ഷിക്കോ, ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. അബ്രഹാത്തിന്റെ, ഇസാക്കിന്റെയും യാക്കോബിന്റെയും സന്തതികളെ അങ്ങ് ഒരു കാലത്തും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വരിയുണ്ട്, വചനഭാഗമുണ്ട് ബൈബിളിൽ. ഞാൻ ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വചനത്തിലൂടെ കർത്താവിനോട് സംസാരിക്കുന്ന ഞാനും ആലോചിക്കും, കർത്താവേ ഇത്രയൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് തെറ്റുപറ്റുമല്ലോ, അപ്പൊ നീ എന്നെ ഉപേക്ഷിച്ചോ. അപ്പോഴാണ് ഈ വചനം കിട്ടുക. ഈ അബ്രാഹത്തോടുള്ള ആ വിശ്വസ്തത ദൈവം ഇന്നും പുലർത്തുന്നുണ്ട്. ആ തലമുറയിൽ അല്ലെങ്കിൽ മോദീസ വെള്ളം വീണ നിങ്ങളെ ഒന്നും ദൈവത്തിന് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. ദൈവത്തിന് ഒരിക്കലും മനുഷ്യരെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. നമ്മളാണ് ദൈവത്തെ ഉപേക്ഷിച്ച് കളയുന്നത്. എപ്പം നമ്മൾ തിരിഞ്ഞ് കർത്താവേ എന്ന് വിളിക്കുന്നു, അപ്പോൾ ഓടി വരുന്ന ധൂർത്തപുത്രന്റെ ഉപമയിലെ അപ്പനാണ് കർത്താവ്. ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്ന ഒരു സമൂഹം വേറെ എന്താണത്? നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാകാം കേട്ടോ. ദൈവം നിങ്ങളോട് വളരെ ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വലിയ അഭിഷേകത്തിന്റെ ഒരു നിറവാണ് നിങ്ങൾക്കും എനിക്കും ഈ കാലഘട്ടത്തിൽ ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യമേ 1-ാം പ്രമാണത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളല്ല നമ്മുടെ ജീവിതത്തിന്റെ ദൈവം, നമ്മളല്ല നമ്മുടെ ജീവിതത്തിന്. ഈ നിരീശ്വരവാദത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രശ്നം അത് അവരിങ്ങനെ അടച്ച് കളയുകയാണ്. മറ്റൊരു ശക്തിക്ക് അവരുടെ ലൈഫിൽ ഇടപെടാൻ പറ്റില്ല. അവർ തന്നെയാണ് അവരുടെ ജീവിതത്തെ മനുഷ്യന് ലിമിറ്റേഷൻസ് ഉണ്ടെന്നേ. മനുഷ്യന്റെ ചിന്താതലങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അവൻ എവിടെ നിന്നൊക്കെ കുറെ അറിവുകൾ വരേണ്ടതുണ്ട്. അവന്റെ ബോധ മനസ്സിലേക്ക് എവിടെ നിന്നൊക്കെയോ കുറച്ച് അറിവുകൾ വരണം. ചിലപ്പോൾ ലൈഫിൽ നമുക്ക് ഹെൽപ്പുകൾ വരണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ അക്കൗണ്ട് 0 ബാലൻസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ നമ്മളെ മിഷനെ ഇപ്പോഴും സഹായിക്കുന്നുണ്ട് കേട്ടോ. ആ ചേട്ടൻ ഒരു 1000 രൂപ ഇട്ട് തരുന്നത്, അല്ലെങ്കിൽ 2000 രൂപക്ക് ഒരു മാസമായിട്ട് ഇങ്ങനെ ഇട്ട് തരുന്നത്. 500 രൂപ കിട്ടുന്ന സമയങ്ങളുണ്ട്. അപ്പം ഇത് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടില്ല. ഞാൻ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും. പക്ഷെ
ആ സമയത്ത് എന്നെ കരുതുന്ന ഒരു ദൈവത്തെ ഈ ലൈഫിലൂടെ സഹായം വേണമെന്നേ. നമ്മളല്ലെന്നേ നമ്മുടെ ജീവിതത്തിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നേ. ഇത് നമ്മളായിട്ടല്ലല്ലോ നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് ഉപരിയായിട്ടൊരു ദൈവമുണ്ട്. പിന്നെ ഞാൻ മാത്രമാണ് ശരിയെന്ന് കരുതരുതെന്നേ. മലകമാരിൽ പോലും കുറവുണ്ടെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ ഉള്ളിൽ പോരായ്മ ഉണ്ടാവില്ലേ? നമ്മുടെ ഉള്ളിൽ കുറവുണ്ടാവില്ലേ? നമ്മുടെ ഉള്ളിൽ പോരായ്മയുണ്ട്, കുറവുണ്ട്, അതങ്ങ് സമ്മതിച്ചോ. ഇനി നമ്മൾ അത് വേറെ അനുഭവിക്കണമെന്നില്ല. നിങ്ങളും ദൈവവും മാത്രമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളെ അങ്ങ് തുറന്ന് കാണിച്ചേക്കാം. പച്ചയായിട്ട് നഗ്നമായിട്ട് നിങ്ങളെ തന്നെ, നിങ്ങളുടെ മനസ്സിന്റെ ആ നഗ്നത നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ കാണിക്കുക. എനിക്ക് ചില കാര്യങ്ങൾ അറിയണില്ല കർത്താവെ, ചില കാര്യമില്ല കർത്താവ്, എൻ്റെ ചില ചിന്തകൾ ഇങ്ങനെ പോവാണ്, എനിക്ക് സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹമുണ്ട്, എനിക്ക് ചിലരോട് ഇങ്ങനെയൊക്കെ തോന്നുവാണ്, ചിലരോട് എനിക്ക് നല്ല ദേഷ്യം തോന്നുവാണ്. ഇതങ്ങ് എണ്ണിപ്പറക്കി പ്രാർത്ഥിക്കാം. അപ്പൊ ആ മൊമെന്റിൽ നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു കാണിക്കുകയാണ് കർത്താവിനെ. കർത്താവ് ഇങ്ങനെ അങ്ങ് ഇറങ്ങി വന്ന പോലെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഇറങ്ങി വന്നിട്ട് പറയും, നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അങ്ങ് എടുത്തങ്ങ് കൊണ്ടുപോകും. പിന്നെ ദൈവം അതിന് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കൃപയും ഒരു സൊല്യൂഷൻ ദൈവം കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഈശോയിൽ പ്രിയമുള്ളവരെ, കൗൺസിലിംഗ് സെക്ഷന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലേക്ക് വേണ്ടവര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. പേരും നിങ്ങളുടെ ഫാമിലി നെയിം ഉണ്ടാവുമല്ലോ. നമുക്ക് ആ ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കണം, എങ്കിലേ നമുക്ക് ഒരു തുറവയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേരും നിങ്ങൾ അയക്കണം. ഒരു മാസം എനിക്ക് വേണ്ടിയും ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ പേര് തരുന്ന ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എനിക്ക് എന്താണോ അയച്ചു തരുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. കരുണക്കൊന്ത ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ, ഏതൊക്കെ മേഖലയിൽ അടഞ്ഞു കിടക്കുന്നുണ്ടോ ആ മേഖലയിലേക്ക് കർത്താവിന്റെ കരുണ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതകരമായിട്ട് നിങ്ങളെയും എന്നെയും സ്പർശിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിട്ട് ഈ ഒരു ഈസ്റ്റർ കാലഘട്ടം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കഠിന ഹൃദയരാകാതെ സരള ഹൃദയരായിട്ട് നമുക്ക് ജീവിക്കാം. ആമേൻ.